ദേ മോള. സ്പീക്കർ ഇട്ടാ മതി. ഹലോ ഹലോ ഫിദ മാഡം. ഫിദ മാഡത്തിന് ശ്യാമ മാഡത്തിന് നന്നായിട്ട് അറിയാവുന്നല്ലേ? ശ്യാമ മാഡത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഫിദ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടാവല്ലോ. അഖിൽ സാറിന്റെ ശ്യാമ മാഡത്തിന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചത്? ആ കുഞ്ഞ് എവിടെയുണ്ട്? അത് ശ്യാമ മാഡത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എനിക്കൊരു സ്വസ്ഥതയില്ല. ആ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് അറിയണം മാഡം. ശ്യാമ മാഡം എന്താ പറഞ്ഞിട്ടുള്ളത്? മോളെ, ഞാനും ശ്യാമ മാഡവും പരിചയക്കാരാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. TV കണ്ടപ്പോഴാണ് ഞാനും കുഞ്ഞിന്റെ കാര്യം അറിയുന്നത്. വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അതറിയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല മാഡം. അങ്ങനെ ആരെയും എനിക്കറിയില്ല. എന്തായാലും അടുത്ത ദിവസം ശ്യാമ തന്നെ ബാക്കി പറയുമല്ലോ. അതുവരെ മോളൊന്ന് കാത്തിരിക്കുക. എനിക്ക് വലുത് കരച്ചിലൊക്കെ വരിക. ശ്യാമ മാഡം കരഞ്ഞപ്പോഴൊക്കെ ഞാൻ കൂടെ കരയാം. എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ശ്യാമ മാഡത്തിനൊന്ന് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്തേനെ. ഞാൻ കുറച്ച് തിരക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? മതി മാഡം. അതിനിടയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ നോക്കണേ. എനിക്കൊരു മനസ്സമാധാനം കിട്ടാഞ്ഞിട്ട്. ശ്യാമേ, പറഞ്ഞു പോയാലോന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ വിലക്കിയത്. ആരതിയും വരണമൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തൊക്കെ കളങ്ങളാ എന്റെ മോളോട് ഞാൻ പറയുന്നത് അല്ലേ അടുത്തേ? തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയല്ലല്ലോ. എല്ലാം അവൾക്ക് വേണ്ടി തന്നെയല്ലേ? എല്ലാം അവൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യമുണ്ട്. ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ രാധികയുടെ മനസ്സ് വല്ലാതെ ഇളകിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അറിയാലോ. എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? നല്ല രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ദേഹോപദ്രവം ഒഴിവാക്കാം. കേസിന്റെ സ്വഭാവം അറിയാലോ. പിന്നെ എത്ര കാലമായി നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട്? ആരാ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്ന ഏജന്റ്? എങ്ങനെയാ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളാ എനിക്കറിയേണ്ടത്. മര്യാദയ്ക്ക് പറഞ്ഞോ. സർ, എന്റെ ബാഗിൽ അത് ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു, ആരവിടെ കൊണ്ടുവച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഓഹോ, സാറേ, അവിടെ മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യുന്നത് കണ്ടിട്ടേ ഞങ്ങൾ ആ വിവരം അറിയിച്ചത്. എന്നിട്ട് അവിടെ വന്ന പൊട്ടന്മാരാണ്. എങ്ങനെ? അല്ല, സാറന്മാരെ ഞങ്ങളെ കളികളാക്കി. ഓ സാറേ, ഞങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരണം. ആ, നമ്മൾ സംസാരിച്ചു കഴിയട്ടെ, എന്നിട്ട് നീതി ഉണ്ടോന്ന് ഞാൻ നോക്കാം. സാർ കളിയാക്കുകയാണോ? സാറേ, ഞാനൊരു ഫിലിം സ്റ്റാറാ. എനിക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉള്ളതാ. ആ, അത് വേണം. നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലേ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും കാണിക്കാം. സാറേ, സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടേ ഞങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. സാറിനെ CI ചന്ദ്രമോഹൻ സാറിനെ അറിയോ? ഞങ്ങളുടെ സ്വന്തം ആളായിരുന്നു സാറേ. സാറിന് മനസ്സിലായില്ലേ? കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട CA ചന്ദ്രമോഹൻ സാറിന്റെ കാര്യമാ പറയുന്നത്. ഓ, അപ്പോ മൊത്തത്തിൽ ഗംഭീര ബന്ധങ്ങളാണല്ലോ. ഒരാള് സെലിബ്രിറ്റിയാണ്, അടുത്തയാള് വലിയ വലിയ ബന്ധങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് പറയണ്ടാന്ന് തന്നെയാണ് തീരുമാനം, അല്ലേ? സർ, ഞങ്ങൾ ഇത്ര
ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിന് മനസ്സിലാവുന്നില്ലെങ്കിലേ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാൻ സൗകര്യമില്ല. അയ്യോ, മുത്തശ്ശിക്കും കൊച്ചുമോക്കും ഇതൊരു സാമ്പിളാ. പിന്നെ ഇന്നത്തെ ഒരു രാത്രി നിങ്ങളെ ഉറക്കണ്ടെന്ന് ഇവരോട് പറഞ്ഞാൽ അവര് നേരം വെളുക്കുന്നവരെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കും. സത്യം പറഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ രണ്ടിനെ ഞാൻ പൂട്ടും. ഓർത്തോ? എന്റെ രക്ഷകൻ, എന്റെ ദൈവം, അദ്ദേഹത്തിന്റെ ഞരമ്പുകളിലെ ചോരച്ചാലുകൾ അന്ന് മഴയത്തൊഴുകുന്നുണ്ടായിരുന്നു. എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു അഖിൽ സാറിന്റെ മരണത്തിന് മുമ്പേ എന്റെ മരണം സംഭവിക്കണേന്ന്. എന്റെ ചോര കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ദൈവങ്ങളെയും വിളിച്ചൊരോട്ടം. ഈശ്വര, ശ്യാമ മാഡത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് രാത്രി ആ പാവത്തിന് ഉറങ്ങാൻ പറ്റുമോ? എന്റെ മനസ്സിൽ എന്താ ഇങ്ങനൊരു സംശയത്തിന് തിരികൊളുത്തിയത്? എനിക്ക് ഓർക്കുമ്പോ